ഓൺലൈനായി SIR എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകാൻ ആദ്യമായി നിങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റായ www.voters.eci.gov.in/login എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ സൈറ്റ് ഉപയോഗിക്കുന്നത് എങ്കിൽ സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇന്ത്യൻ റെസിഡന്റ് ഇലക്ടർ ആണോ അതോ ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ ആണോ എന്ന് തെരഞ്ഞെടുക്കുക. നാട്ടിലുള്ള വോട്ടർ ആണെങ്കിൽ ഇന്ത്യൻ റെസിഡന്റ് വോട്ടർ എന്നത് തെരഞ്ഞെടുക്കുക. വിദേശത്തുള്ള വോട്ടർ ആണെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ എന്നതും തെരഞ്ഞെടുക്കുക. ഇന്ത്യൻ റെസിഡന്റ് ഇലക്ടർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുത്താൽ മതിയാകും. അതേസമയം വിദേശത്തുള്ള ഒരു പ്രവാസിയാണ് നിങ്ങളെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ എന്നത് തെരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് നൽകി ക്യാപ്ചയും കൊടുത്ത് എൻ്റർ ചെയ്യുക. ഇനി നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും. അവിടെ നിങ്ങളുടെ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ വോട്ടർ ID കാർഡിലെ നമ്പറോ നൽകിയ ശേഷം താഴെയുള്ള കോളത്തിൽ ക്യാപ്ചയും നൽകി റിക്വസ്റ്റ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്ന OTP എൻ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ SIR എന്യൂമറേഷൻ ഫോം ഓൺലൈനായി പൂരിപ്പിക്കാനായി ഇങ്ങനെയൊരു വിൻഡോ കാണാൻ കഴിയും. വെബ്സൈറ്റിന്റെ വലതുവശത്ത് SIR 2026 താഴെയുള്ള ഫിൽ എന്യൂമറേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. സംസ്ഥാനം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വോട്ടർ ID കാർഡ് നമ്പർ നൽകുന്നതോടെ പേര്, ബൂത്ത്, സീരിയൽ നമ്പർ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈനായി SIR എന്യൂമറേഷൻ ഫോം സമർപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ആധാറിലെ പേരും വോട്ടർ IDയിലെ പേരും ഒന്നായിരിക്കണം. വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി ഫോം സമർപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല വോട്ടറുടെ വോട്ടർ ID കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ എന്യൂമറേഷൻ ഫോം ഓൺലൈനായി ഫിൽ ചെയ്യാൻ കഴിയൂ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ BLO വഴി ഓഫ്ലൈനായി മാത്രമേ എന്യൂമറേഷൻ ഫോം നൽകാൻ കഴിയൂ. ഇനി മൊബൈൽ നമ്പർ നൽകി OTPയും കൊടുത്ത് OTP വെരിഫൈ ചെയ്യുന്നതോടെ മറ്റൊരു വിൻഡോ ഓപ്പൺ ആകും. ഇവിടെ നിങ്ങളോട് ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടും. അവസാന SIRൽ അതായത് 2002 SIRൽ എൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആദ്യത്തെ കാറ്റഗറി. നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്ന വോട്ടർ ആണെങ്കിൽ അതിന് നേർക്കുള്ള ബബിൾ എനേബിൾ ചെയ്യുക. എൻ്റെ മാതാപിതാക്കളുടെ പേര് അവസാന SIRൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നിവർ ആരെങ്കിലും അവസാന SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും മതി. നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്ന വോട്ടർ ആണെങ്കിൽ അതിന് നേർക്കുള്ള ബബിൾ എനേബിൾ ചെയ്യുക. ഞാനോ എൻ്റെ മാതാപിതാക്കളോ അവസാന SIRൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് മൂന്നാമത്തെ കാറ്റഗറി. നിങ്ങൾ ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ അതിന് നേർക്കുള്ള ബബിൾ എനേബിൾ ചെയ്യുക. ഞാനിവിടെ രണ്ടാമത്തെ കാറ്റഗറി അതായത് മൈ പേരൻസ് നെയിം എക്സിസ്റ്റ് ഇൻ ദ ഇലക്ടറൽ റോൾ ഓഫ് ലാസ്റ്റ് SIR എന്നതാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം വരുന്ന സ്ക്രീനിൽ പേരൻസിന്റെ 2002 വോട്ടർ പട്ടിക വരുന്ന സംസ്ഥാനം, അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ പേര്, പോളിംഗ് സ്റ്റേഷന്റെ നമ്പറും പേരും, പാർട്ട്, സീരിയൽ നമ്പർ എന്നിവ തെറ്റാതെ നൽകിയതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന സെലക്ട് യുവർ റിലേഷൻഷിപ്പ് എന്ന കോളത്തിൽ ആ വോട്ടറുമായുള്ള നിങ്ങളുടെ ബന്ധം, അതായത് നിങ്ങളുടെ അച്ഛനാണോ, അമ്മയാണോ, ഗ്രാൻഡ് ഫാദർ ആണോ അതോ ഗ്രാൻഡ് മദർ ആണോ എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന ബന്ധുവിന്റെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഡിക്ലറേഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ആധാർ നമ്പർ എന്നിവ നൽകിയതിനു ശേഷം നിങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച വിവരങ്ങളും നൽകുക. ഇവിടെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും നിർബന്ധമായും നൽകണം. ബാക്കി എല്ലാ വിവരങ്ങളും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നൽകിയാൽ മതി. നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. 2 MB വരെ സൈസുള്ള JPG, JPEG ഫോർമാറ്റിലുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആവശ്യമായ വിവരങ്ങൾ നൽകുക. വിവരങ്ങൾ പരിശോധിക്കുക. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഡിക്ലറേഷൻ ബോക്സ് ചെക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്നത് സിഗ്നേച്ചർ നൽകുന്നതിനുള്ള പേജാണ്. ഇവിടെ ആധാർ നമ്പർ നൽകി ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വരുന്ന OTP നൽകി സിഗ്നേച്ചറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. OTP കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സിഗ്നേച്ചർ അപ്ഡേറ്റ് ആകും. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ യുവർ എന്യൂമറേഷൻ ഫോം ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന മെസ്സേജ് കാണിക്കും. ഇതോടെ നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം ഓൺലൈനായി നൽകി കഴിഞ്ഞു. ഇത്തരത്തിൽ
ഓൺലൈനായി എന്യൂമറേഷൻ ഫോം നൽകുന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിലെ പേരും വോട്ടർ ID കാർഡിലെ പേരും ഒരുപോലെ ആയിരിക്കണം. മാത്രമല്ല, വോട്ടറുടെ വോട്ടർ ID കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ എന്യൂമറേഷൻ ഫോം ഓൺലൈനായി ഫിൽ ചെയ്യാൻ കഴിയൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മൊബൈൽ നമ്പർ വോട്ടർ ID-യുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർ ഫോം 8 വഴി അതിനുള്ള അപേക്ഷ നൽകണം. ഓരോ ലോഗിൻ വഴിയും അതാത് വോട്ടറുടെ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ കഴിയുകയുള്ളൂ.